ബസ്സിൻ്റെതായിട്ടുള്ള റൂട്ടിലാണ് പോണത്. ബസ്സിലെ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ബസ്സിൽ സിനിമ ഇടുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ ഗെയിന് വേണ്ടിയിട്ടല്ല. ഏകപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രം ഈ സിനിമയെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ ബാക്കിയുള്ള 58 പേര് കയറുന്ന ബസ്സാണ് ഇതിൽ. അത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവനെ കൊണ്ട് പറ്റില്ല, അവൻ കയറണ്ട. യു ഹാവ് ടു നെഗ്ലക്റ്റഡ് ഫോർ ദ തിങ്സ് അല്ലേ? അല്ലാതെ 58 പേര് ഇറക്കി വിടാൻ പറ്റുമോ ബസ്സിന്ന്? പറ്റില്ല. സിനിമ ആയിട്ട് കാണാം, അത്രേ ഉള്ളൂ. വ്യക്തിയായിട്ട് കാണാം. ഞാൻ കണ്ണടച്ചിരിക്കും. ഓഫ് ചെയ്യാൻ ഞാൻ പറയില്ല, കണ്ണടച്ചിരിക്കും. കാരണം സിനിമ വേറെ ആൾക്ക് ആസ്വദിക്കാനുള്ളതാ, നമ്മള് കണ്ണടച്ചിരിക്കും. അല്ലാണ്ട് ഓഫ് ചെയ്യാനോ ഓണാക്കാൻ ഞാൻ പറയില്ല, അത്രേ ഉള്ളൂ. ബസ്സിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരു ടിവിയില് ദിലീപിന്റെ സിനിമ പ്ലേ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളപ്പോ കാണുമോ? അങ്ങനത്തെ വിരോധമൊന്നുമില്ല. പക്ഷേ ചെയ്ത തെറ്റിനുള്ളൊരു വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. സിനിമ ചിലപ്പോ താരാരാധനയുള്ള ആളുകളും വ്യക്തിവൈരാഹിയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ കൂട്ടത്തിൽ. ശിക്ഷിക്കുകയാണെന്നുള്ള കോടതി ഉണ്ടല്ലോ ഇവിടെ. ജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവല്ലോ. അത് പറയട്ടെന്ന്, അതതിന്റെ വൈക്കും ഓരോ വൈക്കും നിയമത്തിന് വയ്ക്കും പോട്ടെ. എന്തേ സിനിമയില് മൂവി എന്റർടൈൻമെന്റ് ആണ്, അത് ആ ഒരു രീതിക്ക് മാത്രമേ കാണുക. അത് പേഴ്സണൽ ആയിട്ടുള്ള കേസുകൾ ആ ഒരു രീതിക്ക് പോവാം. വ്യക്തിയായിട്ടും സിനിമയായിട്ടും കാണുക, അതത്രേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. ദിലീപിന്റെ സിനിമ നമ്മുടെ ടിവിയിലോ അല്ലെങ്കിൽ പോകുന്ന ബസ്സിലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ എന്താ റിയാക്ട് ചെയ്യുക? അങ്ങനെയാണ് കാണൂല, ശ്രദ്ധിക്കൂല. അല്ലെങ്കിൽ ബസ് പോവാണെങ്കിൽ അത് നമ്മള് ഓഫ് ചെയ്യാൻ പറയോ? അതൊന്നും പറയില്ല, അത് ശ്രദ്ധിക്കൂല. അങ്ങനെ തീരുമാനം എടുക്കൂല, കാണാൻ ചാൻസ് കണ്ടിരിക്കുകയും. നമ്മള് ആക്ടിങ് അല്ലേ അറിയണോ, വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോ ഒന്നും അറിയണില്ല. പേഴ്സണൽ മാറ്റർ എന്താ നമുക്ക് അറിയും കൂടി ഇല്ല. സിനിമന്റെ ഇത് നോക്കുമ്പോൾ ജനപ്രിയ നായകനാണ്, നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന കുറെ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനിയും കാണും. ഓ കാണാൻ പറക്കും തളികൊക്കെ ഇപ്പോഴും നമുക്ക് ടെൻഷൻ വരുമ്പോ കാണുന്ന സിനിമകളാണ്. റിലാക്സേഷൻ കാണുന്ന സിനിമയാണ്, അത് ഇപ്പോഴും ഇനിയും കാണും. ഈ ജനറേഷൻ വരെ ഇപ്പോഴും ആസ്വദിക്കുന്ന സിനിമ പെട്ടതാണ് പറക്കും തളികയും ഇതൊക്കെ. അതേപോലെ കാര്യസ്ഥൻ ഒക്കെ നല്ല സിനിമകൾ തന്നെയാണ്. ഇനിയും അങ്ങനത്തെ സിനിമകൾ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബസ് പോകുമ്പോ ആ സിനിമ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ ടിവിയിൽ പ്ലേ ചെയ്യുക, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിനിമ കാണുമോ അതോ ബഹിഷ്കരിക്കുമോ? ദിലീപിന്റെ സിനിമയോട് അല്പം എന്നെ സംബന്ധിച്ചിടത്തോളം എതിർപ്പൊന്നുമില്ല. കാരണം അയാൾ കുറ്റക്കാരനാണ്, ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരാള് ഒരു കുറ്റം ചെയ്തെന്നുള്ള ആരോപണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കുറ്റക്കാരനായിട്ട് കോടതി പിന്നെ വിധിച്ചിട്ടുമില്ല. അയാളെ പിന്നെ കോടതി ഇപ്പം വിടുകയും ചെയ്തു. പക്ഷെ ആ നിലക്ക് അദ്ദേഹത്തിന്റെ സിനിമ വന്നു കഴിഞ്ഞാൽ 100% കാണും. വീട്ടില് ടിവിയില് അമ്മ ആരെങ്കിലും പ്ലേ ചെയ്തു, ആ സമയത്ത് നമ്മള് കാണാതിരിക്കും, അങ്ങനെ വല്ല ഒപ്പീനിയൻ ഉണ്ടോ? കാണാതെ ഇപ്പൊ സിനിമ തന്നെയാണ് കാണുന്നുള്ളത്. ഇപ്പൊ പഴയ മൂവിയൊക്കെ കാണും ദിലീപിന്റെ. ഇപ്പോഴത്തെ ആണെങ്കിൽ എനിക്ക് ഒരു വർക്കൗട്ട് ആവുന്നില്ല ദിലീപിന്റെ, അതുകൊണ്ട് മാത്രം. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് പറയുമ്പോ അത് ഔട്ട്സൈഡ് ആയില്ലേ ഫിലിമിന്റെ. അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ കേസിന്റെ വിധിയൊക്കെ വന്നല്ലോ, അപ്പോഴേക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്താണ് സംഭവിച്ചത് എന്തെന്നല്ലോ. എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോ? എതിർപ്പൊന്നുമില്ല.